എടുക്കി. ആ ഒന്നുകൊണ്ട് എടുക്ക്. ആ വലിച്ച് വലിച്ച് മരിക്കി. ആ വേഷ വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവട്ടം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ. ഞാൻ വേണ്ട വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണും. മുടിപ്പര അമ്മജിയാന്ന് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ടാ ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകണം. വിസ്തരിച്ചത് മതി. സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലതിലും 10 ചക്ര ഒരിക്കലും കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം ഇതിലേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കയറ്. ശല്യം വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാൽ ചന്തേ ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാം. ചോയില് ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും?